മക്കളെ, ഇന്ന് നമ്മൾ പ്രേമിക്കെ സിവ ആർ കുച്ച് നഹീം എന്ന ചാപ്റ്ററിലെ ഒരു വർക്കാണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സാധാരണ ലോഗ്, പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് അബാവ്, ബീമാരി, ഗരീബി, ദുഃഖ്, പിന്നെ മേംബി, ദോഡ ദോഡ പ്രേം, ദോഡി ദോഡി ആത്മീയത, മനുഷ്യത, സന്തോഷ്, ബജാക്കർ രഖത്തെ ഹെ അല്ലേ? ഇതിനെന്ത് ചെയ്യണം? സെന്റൻസ് ആക്കുക. എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓരോന്നോ സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോ സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. സാധാരണ ലോഗ് അഭാവ് എന്നെടുക്കുക. അടുത്തത് സാധാരണ ലോഗ് അഭാവ് മേംബി, ദോഡ ദോഡ പ്രേം, ബജാക്കർ രഖത്തെ ഹെ. ഓക്കെ, മനസ്സിലായില്ല? ആൻസർ എഴുതി കാണിച്ചു തരാം. സാധാരണ ലോഗ് അഭാവ് മേംബി, ദോഡ ദോഡ പ്രേം, ബജാക്കർ രഖത്തെ ഹെ. എങ്ങനെയാണ് എഴുതിയത് എന്ന് മനസ്സിലായല്ലോ? എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? സാധാരണ ലോഗ് അഭാവ് മേംബി, ദോഡ ദോഡ പ്രേം, ബജാക്കർ രഖത്തെ ഹെ. ഓക്കെ, എങ്ങനെയാണ് ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കിയത്? സാധാരണ ലോഗ് അഭാവ് മേംബി, ദോഡ ദോഡ പ്രേം, ബജാക്കർ രഖത്തെ ഹെ. ഈ സെന്റൻസ് നിങ്ങൾ കാണാതെ പഠിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രേമക്കെ സിവ ആർ കുച്ച് നഹീം എന്ന പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിനും കൂടെ ഉപകാരപ്പെടും. സാധാരണ ലോഗ് അഭാവ് മേംബി, ദോഡ ദോഡ പ്രേം, ബജാക്കർ രഖത്തെ ഹെ. സാധാരണ ജനങ്ങള് അഭാവത്തിൽ, അതായത് ക്ഷാമത്തിലും ചെറിയ ചെറിയ സ്നേഹങ്ങൾ അവർ സൂക്ഷിക്കുന്നു, അവരുടെ മനസ്സിൽ ബാക്കിയാക്കി വെക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, അഭാവ് മേം സാധാരണ ലോഗ് ക്യാ ബജാക്കർ രഖത്തെ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഡ ദോഡ പ്രേം എന്ന് പറയാം. അതല്ലെങ്കിൽ ദോഡ ദോഡ പ്രേം ബജാക്കർ രഖത്തെ ഹെ കിസ് അവസ്ഥ, ഏത് അവസ്ഥയിലാണ് അവര് ചെറിയ 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 സ്നേഹമൊക്കെ അവര് സൂക്ഷിച്ചു വെക്കുന്നത്, ബാക്കിയാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? അഭാവം അല്ലേ? അപ്പൊ ഈ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ 2 ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അടുത്തത് നോക്കാം. സാധാരണ ലോഗ് ബീമാരി മേംബി ദോഡി ദോഡി ആത്മീയത ബജാക്കർ രഖത്തെ ഹെ എന്നാണ് സെന്റൻസ് ഉണ്ടാക്കിയതാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നല്ലോ. സാധാരണ ലോഗ് തന്നെ എടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒന്ന് എല്ലാത്തിലേക്കും എടുക്കുക. ഇതിലേക്കും എടുക്കണം, ഇതിലേക്ക് എടുക്കണം. പിന്നെ അടുത്തത് എന്താണ്? ദുഃഖ് എന്നതിലേക്ക് നമ്മൾ അത് എടുക്കണം. ആ സാധാരണ ലോഗ് ബീമാരി കഴിഞ്ഞിട്ട് മേംബി നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്നെ രണ്ടാമത്തതാണ് എടുക്കേണ്ടത്. ദോഡി ദോഡി ആത്മീയത ബജാക്കർ രഖത്തെ ഹെ. ഓക്കെ, അപ്പൊ എഴുതിയത് നോക്കാം. സാധാരണ ലോഗ് ബീമാരി മേംബി ദോഡി ദോഡി ആത്മീയത ബജാക്കർ രഖത്തെ ഹെ. എന്താണ്? സാധാരണ ലോഗ് ബീമാരി മേംബി ദോഡി ദോഡി ആത്മീയത ബജാക്കർ രഖത്തെ ഹെ. രണ്ടാമത്തെ സെന്റൻസ് ആയി. ഇനി മൂന്നാമത്തെ സെന്റൻസിൽ എന്താണ്? സാധാരണ ലോഗ് തന്നെ തുടങ്ങാം. സാധാരണ ലോഗ് ഗരീബി മേംബി മനുഷ്യത ബജാക്കർ രഖത്തെ ഹെ. അപ്പൊ എന്താണ്? സാധാരണ ലോഗ് ഗരീബി മേംബി മനുഷ്യത ബജാക്കർ രഖത്തെ ഹെ. മനസ്സിലായല്ലോ എങ്ങനെയാണ് എടുത്തതെന്ന്? ഗരീബി കഴിഞ്ഞാൽ മേംബി എന്ന് എഴുതാം, മേംബി എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ മനുഷ്യത എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ എന്താണ്? ബജാക്കർ രഖത്തെ ഹെ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെ ഓരോന്നും ചെയ്യാം. ഇനി ലാസ്റ്റ് നോക്കാം. സാധാരണ ലോഗ് ദുഃഖ് മേംബി, ദുഃഖ് കഴിഞ്ഞിട്ട് മേംബി, സാധാരണ ലോഗ് ദുഃഖ് മേംബി സന്തോഷ്, ദുഃഖ മേംബി കഴിഞ്ഞിട്ട് സന്തോഷ് ബജാക്കർ രഖത്തെ ഹെ. സന്തോഷ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബജാക്കറിലേക്ക് വരിക. സോറി, അത് അങ്ങോട്ടേക്ക് നമ്മൾ വരച്ചപ്പോൾ അങ്ങോട്ട് പോയി. എന്താണ്? വീണ്ടും എന്താണ് വരേണ്ടത്? സന്തോഷ് എന്നതിനെ ബജാക്കർ രഖത്തെ ഹെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ലാസ്റ്റ് എഴുതിയ സെന്റൻസ് ഒന്നും കൂടെ നോക്കാം. സാധാരണ ലോഗ് ദുഃഖ മേംബി സന്തോഷ് ബജാക്കർ രഖത്തെ ഹെ. മനസ്സിലായോ? നാലാമത്തെ സെന്റൻസ് സാധാരണ ലോഗ് ദുഃഖ മേംബി സന്തോഷ് ബജാക്കർ രഖത്തെ ഹെ. ഇനി ആദ്യം മുതൽ ഒന്നും കൂടെ നമുക്ക് ഈ 4 സെന്റൻസ് വായിച്ചു നോക്കാം.
साधारण लोग अभाव में भी दौड़ा दौड़ा प्रेम बचा कर रखते हैं। साधारण लोग बीमारी में भी दौड़ी दौड़ी आत्मीयता बचा कर रखते हैं। साधारण लोग गरीबी में भी मनुष्यता बचा कर रखते हैं. സാധാരണ ലോക ദുഃഖമേം ഭി സന്തോഷ് ബച്ചാ കർ രഖ്തേ ഹെ. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വയം സെന്റൻസ് ഉണ്ടാക്കിയിട്ട് എക്സാം ഒക്കെ വരുന്ന സമയത്ത് സ്വയം സെന്റൻസ് എഴുതാൻ പറ്റും. ഡയറി ഒക്കെ ചോദിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. लालची लोग ले लालची लोगों एक दूसरे पर हमले, एक दूसरे पर अविश्वास, एक दूसरे पर ഹിംസ. പിന്നെ ഇവിടെ കർത്തേ ഹെ എന്നാണ് തന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സെന്റൻസ് എഴുതാം. ലാലച്ചി ലോഗ് ഏക് ദൂസരെ പർ ഹമലെ. ഹമല പറഞ്ഞാൽ എന്താണ്? ആക്രമിക്കുക അല്ലെ, ആക്രമിക്കുക. ലാലച്ചി പറഞ്ഞാൽ അത്യാഗ്രഹികളായിട്ടുള്ള ആളുകളാണ്. ഹമലെ കർത്തേ ഹെ, ഹമലെ കർത്തേ ഹെ പറഞ്ഞാൽ ആക്രമിക്കുന്നു. മനസ്സിലായോ? ലാലച്ചി ലോഗ് ഏക് ദൂസരെ പർ ഹമലെ കർത്തേ ഹെ. ഒന്നാം സെന്റൻസ് കിട്ടി. ഇനി അടുത്തത് ലാലച്ചി ലോഗ് ഏക് ദൂസരെ പർ അവിശ്വാസ് കർത്തേ ഹെ. അവിശ്വാസ് കണ്ടിട്ട് എന്താണ്? കർത്തേ ഹെ. അടുത്തത് ലാലച്ചി ലോഗ് ഏക് ദൂസരെ പർ ഹിംസ കർത്തേ ഹെ. മനസ്സിലായോ? അപ്പൊ ഈ ലാലച്ചി ലോഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹമലെ ഉണ്ട്, ഹമലെ, അവിശ്വാസ്, ഹിംസ അല്ലേ? അപ്പൊ ലാലച്ചി ലോകിന്റെ എന്താണ്? ഹമലെ, അവിശ്വാസ്, ഹിംസ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലാലച്ചി ലോഗ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ലാലച്ചി ലോഗ് എന്താണ്? ഹമലെ, അവിശ്വാസ്, ഹിംസ. അവർ ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെ? അത്യാഗ്രഹികളായിട്ടുള്ള ആളുകളിലുള്ള കാര്യം. അവരില് എന്തൊക്കെയുള്ളത്? ആക്രമണ സ്വഭാവം അല്ലെ, അവിശ്വാസം, ഹിംസ, ഇതൊക്കെയാണ് അവരുള്ളത് ലാലച്ചി ലോകില്. മനസ്സിലായില്ല? എഴുതിയത് കാണിക്കാം. लालची लोग एक दूसरे पर हमला करते हैं, लालची लोग एक दूसरे पर अविश्वास करते हैं, लालची लोग एक दूसरे पर ഹിംസ करते हैं. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? ഒന്ന് ഹമലെ, രണ്ട് അവിശ്വാസ്, മൂന്ന് ഹിംസ. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ലാലച്ചി അല്ലേ? ലാലച്ചി ലോകാണ് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവര്. ലാലച്ചി ലോഗ്, ഹമല, അവിശ്വാസ്, ഹിംസ. അത് പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് प्रेम से इंसानियत अंकुरित होती है, प्रेम से अविश्वास खत्म होता है, प्रेम से दया अंकुरित होती है, प्रेम से हिंसा खत्म होता है, होती है. ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ് ഈ സെന്റൻസുകളൊക്കെ. प्रेम से समानुभूति अंकुरित होती है, प्रेम से लालच खत्म होता है. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയത് എന്താണ്? ലാലച്ചി ലോകാണ് എഴുതിയത് അല്ലെ. ഇതിൽ രണ്ടാളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ലാലച്ചിയും പിന്നെ പ്രേം അല്ലെ, മനസ്സിൽ സ്നേഹമുള്ള ആളുകളെ പറയുന്നുണ്ട്. അപ്പൊ ഈ മനസ്സിൽ സ്നേഹമുള്ള ആളുകൾക്ക് ഇൻസാനിയത്ത് ഉണ്ടായിരിക്കും. ഇൻസാനിയത്ത് പറഞ്ഞ മനുഷ്യത്വം അല്ലെ. അവിശ്വാസ് ഗത്മ ഹോത്താ ഹെ, അവർക്ക് അവിശ്വാസം ഉണ്ടായിരിക്കില്ല, അവിശ്വാസ് ഗത്മാണ്. പിന്നെ ദയ, പിന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും? ദയ ഉണ്ടായിരിക്കും. പിന്നെയോ സമാനുഭൂതി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതില് ലാലച്ചി ലോകിന് 3 എണ്ണം പഠിച്ചില്ലേ? ലാലച്ചി ലോഗ്, ഹമല, അവിശ്വാസ്, ഹിംസ എന്ന് പഠിച്ച്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇൻസാനിയത്ത്, പ്രേമസെ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹെ, അവിശ്വാസ് ഗത്മ ഹോത്താ ഹെ, ദയ, പിന്നെന്താണ്? സമാനുഭൂതി അല്ലെ. അതൊക്കെയാണ് നമ്മള് എന്തിലുള്ളത്? സ്നേഹമുള്ള ആളുകളുടെ മനസ്സിലുള്ളത്. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തന്നു. അതോ നിങ്ങൾ പഠിക്കാം. എക്സാമിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ.